ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഒരു 3 days ട്രിപ്പാണ് തിരിച്ചും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഊട്ടിയിലേക്ക്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂട് അതേപോലെ തന്നെ ഉണ്ട്. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്, ചൂട് കാരണം ടയേർഡായി ഉറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ പളനി ബൈപ്പാസ് റോഡിലുള്ള ഈ ഒരു കടയിലാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണമായിരുന്നു. അപ്പോൾ ഈ 2 പൊറോട്ടയ്ക്കും കൂട്ടാനും 30 രൂപയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഈ റൂട്ടിൽ പോകുന്നെങ്കിൽ ഈ ഒരു കടയിൽ കയറി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചും ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എലക്ഷൻ സമയം ആയത് കാരണം അവിടെ ആയിട്ട് നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പൈസ ഒക്കെ കയ്യിലുള്ളവർ സൂക്ഷിക്കുക. 50,000-ന് മേളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഈ മല കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ടിക്കറ്റ് 30 രൂപയ്ക്ക് വാങ്ങണം. അപ്പോൾ ഇവിടെ തന്നെയാണ് ചെക്ക് ചെയ്യുക. പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഇതൊക്കെ. അപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഹെയർ പിൻ ബെൻസ് കയറാൻ തുടങ്ങി. നല്ല വ്യൂസ് ഒക്കെയാണ്, അതേപോലെ നല്ല ചൂടാണ്. എൻ്റെ ഒരു സജഷൻ പ്രകാരം ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ ഈ ഒരു സമയത്ത് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര ട്രാഫിക്കാണ്. വെതറിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3.5 hours ഞങ്ങൾ എക്സ്ട്രാ എടുത്തു ഊട്ടിയിൽ റീച്ച് ആവാനായിട്ട്. കണ്ടില്ലേ, മുമ്പിൽ നല്ല ട്രാഫിക്കാണ്. അങ്ങനെ ട്രാഫിക്കൊക്കെ താണ്ടി ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ആവുകയാണ്. ഇപ്പോൾ റോഡിലുള്ള കടകളാണ് ഇതൊക്കെ. നല്ല പലഹാരങ്ങളും ഫ്രഷ് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചും സ്റ്റേർലിംഗ് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത് ഊട്ടിയിൽ. ശരിക്കും പറഞ്ഞാൽ സ്റ്റേർലിംഗ് എന്തിനാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. സോ അത് കാരണമാണ് ഊട്ടിയിലും സ്റ്റേർലിംഗ് തന്നെ സെലക്ട് ചെയ്തത്. നല്ല വ്യൂ, നല്ല സർവീസ് എല്ലാം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് നമ്മുടെ റൂം റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ബേസിക് റൂമിലോട്ടാണ് ചെക്ക് ഇൻ ചെയ്തത് ഫ്രഷപ്പ് ആകാനായിട്ട്. സോ റൂം റെഡിയാകുന്നവരെ ഞങ്ങൾ റിസോർട്ട്സൊക്കെ ഒന്ന് ചുറ്റി കണ്ടു ഫ്രഷനപ്പായിട്ട്. വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ. കാണാൻ തന്നെ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയാട്ടോ ഇവിടെ. സോ അവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു. അച്ഛനും മോനും കൂടെ ഇരുന്ന് ഇൻഡോർ ഗെയിംസ് കളിക്കുമ്പോൾ ഞാനും ഇളയ മോനും കൂടെ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ എന്താണെന്ന് നോക്കാൻ പോയി. ഇവിടെ നിറയെ ഗെയിംസ് ഉണ്ട്. റോപ്പ് ക്ലൈമ്പിങ്, സിപ്പ് ലൈൻ, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള, മുതിർന്നവർക്കും കളിക്കാനായിട്ടുള്ള എല്ലാ നിറയെ ഗെയിംസ് ഉണ്ട് ഇവിടെ. കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണെന്ന്. നമ്മൾ ഫിഫി പേപ്പിൾ എല്ലാം നല്ലോണം എൻജോയ് ചെയ്തുണ്ട്. നമുക്ക് ഫുൾ റിസോർട്ടിൽ ഇവരെയും കൊണ്ട് എവിടെ വേണേലും നടക്കാൻ പോവാം. നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ടു പോവാം. അത്രയും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ.